ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല അടിപൊളി ട്രേഡിംഗ് ഡേ ആയിരുന്നു. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, വ്യാഴാഴ്ചത്തെ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിഫ്റ്റി 25,100 വരുമെന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽപ്പുണ്ട് ഫ്യൂച്ചർ 25,100 മുകളിൽ വന്ന് സ്പോട്ട് ഓൾമോസ്റ്റ് 25,100 ഭാഗത്തേക്ക് സ്പോട്ടിന്റെ ഹൈ ഉണ്ട്. ഏകദേശം വന്ന സ്പോട്ട് ഹൈ അടിച്ചേക്കണ 25,095. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് സ്പോട്ട് കൃത്യമായിട്ട് ടാർഗറ്റ് കിട്ടിയ ഒരു ദിവസമായിരുന്നു. ഉഗ്രൻ ട്രേഡിംഗ് ആയിരുന്നു. നമ്മുടെ ടാർഗറ്റ് കൃത്യമായിട്ട് വന്നു, സ്പോട്ടിനും വന്നു, ഫ്യൂച്ചറിലും വന്നു. അപ്പം കിടിലം. എന്താ റൂമിലുള്ളവർക്ക്, മെന്ററിങ്ങിന്റെ ബാച്ച് എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ട്രേഡിംഗ് ഡേ ആയിരുന്നു. നല്ലൊരു ഉഗ്രം പ്രോഫിറ്റ് കിട്ടിയ ദിവസമായിരുന്നു. എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ എനിക്ക് ചെയ്യുന്നത്. കുറച്ച് ദിവസത്തിന് ശേഷമുള്ള ട്രേഡിങ്ങിൽ ഞാൻ ഒരു ഗ്യാപ്പ് ഒക്കെ എടുത്തതിന് ശേഷം വന്ന ട്രേഡിംഗ് ഡേയ്സിലിടയിൽ ഇപ്പം എനിക്ക് കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ട്രേഡ്സ് ഒക്കെ കൃത്യമായിട്ട് ലെവൽസ്, നമ്മുടെ ഓപ്ഷൻസിന്റെ വില ഇറങ്ങി സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാത്ത രീതിയിലൊക്കെ ഇപ്പം കൃത്യമായിട്ടൊക്കെ മാർക്കറ്റ് പോകുന്നു. വളരെ ഹാപ്പിയോടുകൂടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഒരു അറിയിപ്പും കൂടെ ഉണ്ട്. ഒക്ടോബർ ബാച്ചിലെ മെന്ററിംഗ് ബാച്ചില് പൂജ ബാച്ച് ഇപ്പം തുടങ്ങിയാലും ഞാൻ ആകെപ്പാടെ 10 പേരെ പ്ലാൻ ചെയ്യുന്ന ഒരു ബാച്ചില്. സോ ഇനി ഒരു 5 സീറ്റും കൂടെ വേക്കൻ്റ് ആണ്. ആ 5 സീറ്റും കൂടെ വേക്കൻ്റ് ആയി ജോയിൻ ചെയ്യണം. മെന്ററിംഗിൽ ഞാൻ പറഞ്ഞ ലെവൽസ് പ്രകാരമൊക്കെ എൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്ത് ആ റൂൾസ് എല്ലാം ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, പ്രൊഫഷണൽ ട്രേഡർ ആവാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ എൻ്റെ തമിഴിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. സോ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കിടിലൻ ട്രേഡിംഗ് ഡേ തന്ന നിഫ്റ്റിയോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽസിന്റെ ലെവൽസിലേക്ക് കടക്കാം. സോ നമ്മുടെ മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നലെ ലെവൽ പറഞ്ഞ എല്ലാ ലെവലും ടാർഗറ്റ് ഓൾമോസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ്, നിഫ്റ്റി സെക്കൻഡ് ടാർഗറ്റ് വന്നു. ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റും സെക്കൻഡും തേർഡും തന്നു. മിഡ് ക്യാപ്പ് ഓൾമോസ്റ്റ് ഫസ്റ്റും തന്നു, സെക്കൻഡും തന്നു, തേർഡിന്റെ അടുത്ത് വരെ നിൽക്കുന്ന രീതിയിലാണ് മാർക്കറ്റ് കൃത്യമായിട്ട് ക്ലോസ് ചെയ്തത്. അപ്പം നമുക്ക് അത് ലെവൽ ട്രേഡിങ്ങിന് വരച്ച് കാണിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വരയ്ക്കുന്നില്ല. സോ നിങ്ങൾ നോക്കി അറിയാം, മിഡ് ക്യാപ്പ് ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം, എന്നാൽ ഒരു ട്രെൻഡിങ് അപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു നോർമൽ വേരിയേഷൻ അപ്ഡേറ്റ് ഞാൻ എടുക്കുന്നുള്ളൂ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച്. പി ഒ സി നിൽക്കുന്നത് 11,854 ഭാഗത്താണ്. പി ഒ സിക്ക് ആ മൂവ്മെന്റ് തരാൻ പറ്റാത്തതുകൊണ്ട് ആ പി ഒ സി ഏകദേശം പറഞ്ഞാൽ 12,854 ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ആ പി ഒ സി ഒന്ന് ആദ്യം മാർക്ക് ചെയ്യാം. 12,885 മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള പി ഒ സി. ഇതാണ് 12,855 855 മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള പി ഒ സി എന്ന് പറഞ്ഞാൽ 12,854 മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള നമ്മുടെ പി ഒ സി 12,854. ഇനി ഒരു ബൈ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാനൊരു ബൈ ഇനി എടുക്കുന്നുണ്ടെങ്കിൽ 12,958 അല്ലെ 958 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കുന്നു. എത്രയാണ്? 12,958 മുകളിൽ മാത്രമേ ഞാൻ മിഡ് ക്യാപ്പിൽ ഒരു ബൈയെ കുറിച്ച്, ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ എന്റെ ബുള്ളി എത്രയാണ്? 12,960 വയ്ക്കാം. ഒരു റൗണ്ട് നമ്പർ ആയ 12,960 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് അവ എങ്ങോട്ട് പോവാം? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,000 ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 13,000 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ബിഗ് റൗണ്ട് നമ്പർ ആയ 13,000 R1 എന്ന് പറയുമ്പോൾ 13,000 ഭാഗത്തേക്ക് വരാൻ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 13,000 ഫസ്റ്റ് ടാർഗറ്റ് ആണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ പി ഒ സി, ഇത് ഏത് ദിവസം പി ഒ സി ആണ്? 23 സെപ്റ്റംബറിന്റെ പി ഒ സി ആയ 13,069 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ R2 എന്ന് പറയുന്നത് 13,069 എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ നമ്മുടെ 23 സെപ്റ്റംബറിന്റെ പി ഒ സി ആണ്, ആ ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ മാർക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തത് 13,104 ഭാഗത്ത്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ, തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,104. എത്രയാണ്? 13,104 എന്ന് പറഞ്ഞ ടാർഗറ്റിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 12,960 മുകളിൽ 13,069 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ ടെസ്റ്റ് വളരെയധികം പോസിബിൾ ആയ ഒരു ദിവസം കൂടെയാണ് നാളെ വരാൻ പോകുന്നത്. നാളെ നമ്മുടെ എക്സ്പയറി ആണ് നിഫ്റ്റിയുടെ, അതെങ്ങനെ വേണോ ബാധിക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എടുക്കുന്ന 12,800 പൊട്ടിയാൽ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അപ്പം എന്റെ ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 12,800, ഇന്നത്തെ ലോവർ ലെവൽ അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 12,800 പൊട്ടിയാൽ മാത്രമേ
ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 12,800 അതിന് താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് മിഡ് ക്യാപ്പിൽ ചിന്തിക്കുന്നുള്ളൂ. സോ അങ്ങനെയാണ് സെല്ലിങ്ങിന്റെ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് വരും? ഈ ഒരു പി ഒ സി, ഇന്നലത്തെ പി ഒ സി ആയ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പി ഒ സി ആയ 12,740 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,740 S1 എന്ന് പറഞ്ഞാൽ 12,740 ഭാഗത്തേക്ക് വരാം. 12,740 ഭാഗത്തേക്ക് വരാം. ഇനി സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അടുത്തത് 12,700 ഭാഗത്തേക്ക്. എത്രയാണ്? 12,700 12,700 ഭാഗത്തേക്ക് വരാം. 12,700 12,700 ഭാഗത്തേക്ക്. ആ S2 എന്ന് പറയുമ്പോൾ 12,700 ഭാഗത്തേക്കും. S3 എന്ന് പറഞ്ഞാൽ 12,650 ആയ പഴയ വേറൊരു പി ഒ സി ആണ് S3. അതായത് പഴയൊരു വെർജിൻ പി ഒ സിയിലാണ് 12,650 ഭാഗത്തേക്കും വരാം. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 13,960 മുകളിൽ ബുള്ളിഷ് റെഫറൻസും 12,800 താഴെ ബെയറിഷ് റെഫറൻസും ആക്ട് ചെയ്ത് താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് മാർക്കറ്റ് വളരെ കൂടുതലാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ആ ലെവല് വ്യക്തമായിട്ട് എന്താണ് പ്ലാൻ ചെയ്ത് അത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം നമ്മൾ ശ്രമിക്കുക. ബാങ്ക് നിഫ്റ്റി, നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഒരു കിട്ടിലൻ ദിവസമായിരുന്നു. ഒരു നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പ് വന്ന് ആശാൻ മുകളിലോട്ട് പോയതിനു ശേഷം ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. പി ഒ സി ആദ്യത്തെ ഒരു HP ശേഷം ബാങ്ക് നിഫ്റ്റിക്ക് വലിയ മൂവ്മെന്റ് നിൽക്കുന്നില്ല. ഓപ്പൺ ഓപ്ഷൻ OAOR ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വന്നത്. ഒരു ഓപ്പൺ ഡ്രൈവിന്റെ ലക്ഷണത്തോടുകൂടി മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഡേ ടൈപ്പ് പ്രകാരം പറയുകയാണെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. 56,048 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി നിൽക്കുന്നത്. 56,048 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി. ഇത്രയാണ് 56,048 ഭാഗത്തൊക്കെയാണ് പി ഒ സി വന്നത് ബാങ്ക് നിഫ്റ്റി. ഇനി ബാങ്ക് നിഫ്റ്റിക്ക് ഇനി ബൈയിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി ബൈയിങ് എടുക്കണം. ബാങ്ക് നിഫ്റ്റി ഇപ്പൊ നിൽക്കണം നമ്മളെ സെല്ല് പഴയ ഏരിയ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു ബിഗ്ഗസ്റ്റ് ബൈ 56,175 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നു. അത്രയാണ് എന്റെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 56,175 മുകളിൽ മാത്രമേ ഞാൻ ഈ ബാങ്ക് നിഫ്റ്റിക്ക് ഞാൻ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രേഡിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. 56,175 മുകളിൽ മാത്രം. അങ്ങനെയാണെങ്കിൽ അവ എങ്ങോട്ട് പോകും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 56,286 ഭാഗത്തേക്ക്. ഫസ്റ്റ് ടാർഗറ്റ് 56,601 എന്ന് പറയുമ്പോൾ 56,286 56,286 ഭാഗത്തേക്ക്. സെക്കൻഡ് ടാർഗറ്റ് ഈ പി ഒ സി 56,410. എത്രയാണ്? 56,410. R2 എന്ന് പറയുന്നത് 56,410 മുകളിലും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് ഈ പി ഒ സി ആയ 56,588 പഴയൊരു റേഞ്ച് ആണ്. R3 എന്ന് പറയുമ്പോൾ 56,558 ഭാഗത്തേക്ക് 558 എന്ന് പറഞ്ഞതിന്റെ ഭാഗത്തേക്ക് ചുരുക്കി പറഞ്ഞാൽ 56,175 പൊട്ടുകയാണെങ്കിൽ ഈ ഒരു ലെവൽ 56,286 56,410 56,582 ഭാഗത്തേക്ക് വരാം. ഇനി ഒരു സെല്ലിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കണം. ഞാൻ നോക്കുന്ന സമയത്ത് ഇനി ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ 55,769 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. എത്രയാണ്? ഒരു ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 55,770. എത്രയാണ്? 55,770 താഴെ 55,770 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവൻ ഫസ്റ്റ് എവിടെ വരും? കൃത്യമായിട്ട് പറഞ്ഞാൽ 55,621 ഭാഗത്ത് ഫസ്റ്റ് ടാർഗറ്റ് 55,521. S1 എന്ന് പറയുമ്പോൾ 55,621 ഭാഗത്തേക്ക് വരാം ഫസ്റ്റ്. സെക്കൻഡ് ഈ പി ഒ സി 55,491 കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പി ഒ സി. എത്രയാണ്? S2 എന്ന് പറഞ്ഞത് 55,491 ഭാഗത്തേക്ക് വരാനും S3 എന്ന് പറഞ്ഞത് 55,296. എത്രയാണ്? 55,296. S3 എന്ന് പറയുമ്പോൾ 55,296 ഭാഗത്തേക്ക് വരും. ഇതായിരിക്കും മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള എന്റെ നാളത്തേക്കുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസുകൾ. 770 താഴേക്ക് വരാനും 56,175 മുകളിൽ അപ്സൈഡിലേക്ക് പോകാനും ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം ചാൻസ് ഉള്ള ദിവസവും കൂടെയാണ് വരുന്നത്.
ഇനി നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. നമ്മളെ നിഫ്റ്റി ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ ആണ്. നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ് ഡേ ആണ്, ഒരു ഓപ്പൺ ഓപ്ഷൻ ആണ്. നോർമൽ വേരിയേഷൻ അപ് ഡേ ആണ്. പി ഒ സി നിൽക്കുന്ന 25,065 ഭാഗത്താണ്. പി ഒ സി നിൽക്കുക എത്രയാണ്? 25,065 ഭാഗത്താണ് ആശാന്റെ പി ഒ സി നിൽക്കുന്നത്. ഇനി നമ്മളെ ബുള്ളിഷ് ഞാൻ ഇനി മൊമെന്റം ബൈ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ 25,115 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കൂ. അതായത് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 25,115 മുകളിൽ മാത്രം 25,115 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ബുള്ളിഷ് റെഫറൻസ് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ബുള്ളിഷിന്റെ റെഫറൻസ് എത്രയാണ്? 25,115. അപ്പൊ അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇനി ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് എത്രയാണ്? 25,189 എന്ന് പറഞ്ഞ പി ഒ സിയുടെ ഭാഗത്തേക്ക് പോകും. എത്രയാണ്? 25,001 എന്ന് പറയുമ്പോൾ 25,189 25,189 എന്ന് പറഞ്ഞ പി ഒ സിയുടെ ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത ടാർഗറ്റ് 25,226 ഭാഗത്തേക്ക് എത്രയാണ്? R2 എന്ന് പറയുന്നത് 25,226 ഭാഗത്തേക്കും അതിന് മുകളിൽ R3 ഈ പി ഒ സി 25,294 ഭാഗത്തേക്കും പോകും. എത്രയാണ്? 25,200. R3 എന്ന് പറയുമ്പോൾ 25,294 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ 115 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവ ആദ്യം ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ്. നാളെ എക്സ്പയറിയും കൂടെ ആയതുകൊണ്ട് എങ്ങനെ വേണോ ബാധിക്കാം. ഇനി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി സെല്ലിംഗ് എടുക്കാൻ 24,945 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കൂ. അതാണ് എന്നെ സംബന്ധിച്ചുള്ള ബേറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 24,945 ആണ്. 24,945 ആണ്. അത് നമ്മുടെ ഈ ഒരു വാല്യൂ ഏരിയ ലോ, ഇന്നത്തെ ബി പി ലോ ആണ്. അത് പൊട്ടി മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,880 ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ 24,880 ആണ്. ഇത് S1 എന്ന് പറയുമ്പോൾ 24,880 ഭാഗത്തേക്ക് പോകാം. 24,880 ഭാഗത്തേക്ക് നിഫ്റ്റി വരാം. അതിന് താഴെ ഇന്നലത്തെ പി ഒ സി 24,814 ഭാഗത്തേക്ക് വരാം. 24,814 എത്രയാണ്? S2 എന്ന് പറയുന്നത് 24,814 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്ത ഈ സിംഗിൾ പ്രിന്റ് ലോവർ ലെവലായ 24,750 എത്രയാണ്? 24,750 കഴിഞ്ഞ ബൈയിങ് എടുത്ത ലെവലാണ്. S3 എന്ന് പറയുന്ന 24,750 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇതായിരിക്കും ലെവൽസുകൾ നോക്കേണ്ടത്. അപ്പൊ ഈ ലെവലുകളൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അത് വെച്ച് നിങ്ങൾ ട്രേഡിംഗ് എടുക്കണം. ട്രേഡിംഗ് എങ്ങനെ എടുക്കണം എന്നുള്ള എന്റെ വീഡിയോ സം ബേസിക്സിനകത്ത് ലെവൽ ട്രേഡിംഗ് യൂസിങ് മാർക്കറ്റ് പ്രൊഫൈൽ എന്നുള്ള വീഡിയോ കാണുകയാണെങ്കിൽ അതിൽ ഞാൻ എല്ലാം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പലരും ചോദിക്കും എൻ്റെ അടുത്ത് ഈ ലെവൽ എങ്ങനെ വരയ്ക്കുന്നു എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അത് ഞാൻ ഈ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ പഴയ മാർക്കറ്റ് പ്രൊഫൈലിലെ ചാർട്ട് എടുത്തിൽ ആ ലെവൽ എവിടെയാണെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ഈ ലെവലിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് വീഡിയോയുടെ ലെങ്ത് കൂടും വലുതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ വരച്ച ബെയറിഷ് റെഫറൻസ് എന്താണ്? 24,945 നിഫ്റ്റിയെ സംബന്ധിച്ച് അതെവിടെയാണ്? ഈ ഒരു വാല്യൂ ഏരിയ ലോ അല്ലെങ്കിൽ പഴയ ഒരു ഇന്നത്തെ ബി പി ഡിന്റെ ലോ ആണ്. സോ അത് താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ താഴേക്ക് ബെയറിഷ് റെഫറൻസ് ആക്ടിവേറ്റ് ആവുമെന്ന് കൃത്യമായിട്ട് ഓർത്തോളൂ. അങ്ങനെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. സോ എല്ലാവരും വീഡിയോ കാണുക. മെന്ററിംഗ് ബാച്ചിൽ 5 സീറ്റ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഞാൻ നമ്മുടെ യൂട്യൂബിനകത്ത് മെമ്പേഴ്സ് ഉള്ളി വീഡിയോസ് ഉണ്ട്. അതായത് ഫ്യൂച്ചേഴ്സിന്റെ മാത്രം മെമ്പേഴ്സ് ഉള്ളി വീഡിയോസ് കൊടുക്കുന്നുണ്ട്. ചില ഹയർ ആയിട്ടുള്ളവർക്ക് മന്ത്ലി വൺസ് നമ്മൾ അവരുടെ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഒരു വീക്കിലി അനാലിസിസ്, മന്ത്ലി അനാലിസിസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ മെമ്പർഷിപ്പ് എടുത്ത് വേണമെങ്കിൽ ഫ്യൂച്ചേഴ്സിന്റെ ലെവൽസ് ഒക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. നല്ല കിടിലൻ ട്രേഡിംഗ് ഡേ ആയിരുന്നു കേട്ടോ. വളരെ സന്തോഷത്തോടുകൂടി വീഡിയോകൾ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുത്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.